തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്ക്ക് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നൽകിയത് ആശംസയാണോ അതോ വകഞ്ഞുള്ള പ്രാക്കാണോ എന്നാണ് ഇപ്പോൾ തമിഴകത്തെ പ്രധാന ചർച്ച. യഥാർത്ഥത്തിൽ ഭരണത്തിൽ വരുമെന്ന് വിജയ് തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം തന്റെ മാനിഫെസ്റ്റോയിൽ നടപ്പാക്കാൻ തമിഴ്നാട് സംസ്ഥാനം തന്നെ മൊത്തത്തിൽ വിൽക്കേണ്ടി വരുന്ന ഒട്ടനേകം ഫ്രീബീസ് ആണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ, വർഷത്തിൽ 6 സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ, 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, എല്ലാ പെൺകുട്ടികൾക്കും വിവാഹത്തിന് 8 ഗ്രാം സ്വർണവും പട്ടുസാരിയും, യുവാക്കൾക്ക് 4000 രൂപ വരെ തൊഴിലില്ലായ്മ വേതനം, കാർഷിക ഘടകങ്ങൾ എഴുത്തള്ളൽ തുടങ്ങി വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. ഓർക്കണം, കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനമല്ല തമിഴ്നാട്. 8 കോടിയാണ് തമിഴ്നാടിന്റെ ജനസംഖ്യ. രാജ്യത്തിലെ 7ാമത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനം. സംസ്ഥാനത്തിന് നിലവിൽ 10 ലക്ഷം കോടിയുടെ കടമുണ്ടെന്നും ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുകയാണെന്ന തരത്തിലുള്ള വിജയ് ഒരു മുൻകൂർ ജാമ്യം അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ എടുത്തു കഴിഞ്ഞു. പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ ഇനി എങ്ങനെ നിറവേറ്റുമെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഗ്രാഹ്യമുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ട അവസ്ഥയാണ്. വിജയ്ക്ക് മുൻപുള്ളത് പ്രതിസന്ധികളുടെ ഒരു ബാലികറ മല തന്നെയാണ്. ഇവിടെയാണ് പുതിയ മുഖ്യമന്ത്രിക്ക് ആശംസകൾ നേടുന്നതിനൊപ്പം സ്റ്റാലിൻ നടത്തിയ ഒളിയമ്പ് കൃത്യമായി കൊള്ളുന്നത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെ നിറവേറ്റാമെന്ന് ഞങ്ങളെപ്പോലെ നിങ്ങളും ഉടൻ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിലൂടെയുള്ള സ്റ്റാലിന്റെ പരിഹാസം. അതായത് ഗാലറിയിൽ ഇരുന്ന് വിസിലടിക്കാനും കൂവാനും ഏതവനും പറ്റും, എന്നാൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ അത്ര ഈസി അല്ല എന്ന് തന്നെയാണ് രാജതന്ത്രം പയറ്റിത്തെളിഞ്ഞ ആ മുതിർന്ന നേതാവ് ഇതിലൂടെ അർത്ഥമാക്കിയിരിക്കുന്നത്. മുൻ സർക്കാർ വലിയ കടബാധ്യതയാണ് വരുത്തിവെച്ചതെന്ന വാദങ്ങളെ DMK അധ്യക്ഷൻ കടന്നാക്രമിച്ചു. ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞു തുടങ്ങരുത്, പണമുണ്ട്, അത് ജനങ്ങൾക്ക് നൽകാനുള്ള മനസ്സും ഭരണശേഷിയുമാണ് വേണ്ടത് എന്ന് തുറന്നടിച്ച് സ്റ്റാലിൻ കോവിഡ് മഹാമാരിയും കേന്ദ്ര സർക്കാരിന്റെ ചിറ്റമ്മ നയവും ഉണ്ടായിട്ടും തന്റെ സർക്കാർ ക്ഷേമ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയത് എങ്ങനെയെന്നൊക്കെ വിജയിനെ ക്ലാസ് എടുത്തു. ചുരുക്കത്തിൽ അധികാരം ഒഴിഞ്ഞെങ്കിലും വെറും കൈയോടെ പോകാൻ സ്റ്റാലിൻ തയ്യാറല്ല എന്ന് വ്യക്തം. ഭരണത്തിലേറിയ ആദ്യ ദിവസം തന്നെ പുതിയ സർക്കാരിന്റെ സാമ്പത്തിക ന്യായീകരണങ്ങളുടെ മുനയൊടിക്കുന്ന ഈ ആശംസ തമിഴ്നാട്ടിൽ വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ വെറുമൊരു ട്രെയിലർ മാത്രമാണ്. ന്യൂസ് ഡെസ്ക്.